നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും പങ്കുവയ്ക്കുന്ന അങ്കത്തട്ടിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലൂടെയാണ് അങ്കത്തട്ട് ഇന്ന് കടന്നു പോകുന്നത്. കൂടുമാറ്റക്കാർ മത്സരിക്കുന്ന മണ്ഡലം. ഇടതുമുന്നണിക്കൊപ്പമുണ്ടായിരുന്ന പി ഐഷ പോറ്റി ഇത്തവണ കൂടുമാറി അല്ലെങ്കിൽ പാർട്ടി വിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് കോൺഗ്രസിനൊപ്പമാണ്, UDFിനൊപ്പമാണ്. കഴിഞ്ഞ പ്രാവശ്യം UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച R രശ്മി ഇത്തവണ മത്സരിക്കുന്നത് BJPക്ക് വേണ്ടി. ഇരുവരും എതിരിടുന്നത് ധനമന്ത്രി KN ബാലഗോപാലിനെ. 2021 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് KN ബാലഗോപാൽ R രശ്മിയെ പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തിയത്. മാത്രവുമല്ല, വലിയ തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ഒരിക്കൽ കൊട്ടാരക്കര എന്ന് പറയപ്പെട്ടിരുന്നു. അതിനുമപ്പുറം ഒരു കാലഘട്ടം, അതായത് 1977 മുതൽ 2006 വരെ R ബാലകൃഷ്ണപിള്ളയായിരുന്നു കൊട്ടാരക്കരയുടെ MLA. രാഷ്ട്രീയത്തിനപ്പുറം വികസനം തന്നെ മുന്നിൽ കണ്ട് നിയമസഭാ മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ R ബാലകൃഷ്ണപിള്ള നടത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. KSRTCയുടെ റോഡുകളുടെയും ഒക്കെ വികസനം, അതിനുമപ്പുറം കൊട്ടാരക്കരയിലെത്താത്ത ഓഫീസുകളില്ല എന്ന് R ബാലകൃഷ്ണപിള്ളയുടെ അനുയായികൾ തന്നെ പറയുന്നു. വലിയ തരത്തിലുള്ള മത്സരം കാഴ്ചവെക്കുകയും വിജയം ഏറ്റുവാങ്ങുകയും ചെയ്ത R ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ നിന്നും 2006 ഈ മണ്ഡലം CPIM ഏറ്റെടുക്കുന്നു. അന്ന് മുതൽ 3 പ്രാവശ്യം ഐഷ പോറ്റിയായിരുന്നു കൊട്ടാരക്കരയെ നയിച്ചത്. CPIMന് വലിയ തരത്തിൽ പിന്തുണ ഐഷ പോറ്റിയിലൂടെ അന്ന് ലഭിച്ചിരുന്നു. 2021 KN ബാലഗോപാലിന് മത്സരിക്കുന്നതിന് വേണ്ടി സുരക്ഷിത മണ്ഡലമായിട്ടാണ് കൊട്ടാരക്കരയെ കണ്ടെത്തുന്നത്. അങ്ങനെ KN ബാലഗോപാൽ 2021 മത്സരിക്കുകയും 10,814 വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തു. 2026 എത്തുമ്പോൾ മത്സരത്തിൻ്റെ രീതി അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ക്രമം തന്നെ മാറപ്പെടുകയാണ്. KN ബാലഗോപാലിനെ എതിരിടാനെത്തുന്നത് പി ഐഷ പോറ്റിയാണ്. CPIMുമായി കഴിഞ്ഞ 5 വർഷമായി കലഹിച്ച് നിന്നിരുന്ന ഐഷ പോറ്റി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും മാസം മുമ്പാണ് കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. അന്നു തന്നെ കോൺഗ്രസ് ഉറപ്പിച്ചിരുന്നു പി ഐഷ പോറ്റിയെ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഐഷ പോറ്റി ഇത്തവണ കൊട്ടാരക്കരയിൽ എത്തുന്നത്. മത്സരം കടുകട്ടിയാവും എന്ന് തന്നെയാണ് LDFും UDFും പറയുന്നതെങ്കിൽ തന്നെയും LDF വലിയ തരത്തിലുള്ള വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. UDFും അത്തരത്തിൽ LDFിൽ നിന്നും വിജയം തട്ടിയെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിലെ മത്സരത്തിന് പ്രധാനമായും പറയപ്പെടുന്നത് കൂടുമാറ്റക്കാരുടെ മത്സരം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ കൂടുമാറ്റക്കാരുടെ മണ്ഡലത്തിൽ നടക്കുന്ന മത്സരം എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും LDF വിട്ട് UDFിലെത്തിയ പി ഐഷ പോറ്റിയും കോൺഗ്രസ് വിട്ട് അല്ലെങ്കിൽ UDF വിട്ട് BJPക്കൊപ്പം ചേർന്ന R രശ്മിയുമെല്ലാം ഇത്തവണ കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നു. 3 പേർക്കും വലിയ തരത്തിലുള്ള പിന്തുണ മത്സരിച്ചപ്പോഴൊക്കെ കിട്ടിയിട്ടുള്ള മണ്ഡലം കൂടിയാണ്. എന്നാലും മേൽക്കൈക്ക് ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള മേൽക്കൈ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയും ഒപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വിജയം നേടുവാൻ CPIMന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടി പിൻബലത്തിലാണ് ഇത്തവണ KN ബാലഗോപാൽ മത്സരത്തിന് വേണ്ടി കൊട്ടാരക്കരയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇടതുമുന്നണിയും പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കരയിലെ വോട്ടർമാരിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് അവിടുത്തെ സാധാരണക്കാരിലാണ്. കശുവണ്ടി തൊഴിലാളികൾ ഏറെയുള്ള അല്ലെങ്കിൽ കശുവണ്ടി തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ് കൊട്ടാരക്കര. അതുകൊണ്ട് തന്നെ
കശുവണ്ടി തൊഴിലാളികളുടെയും സാധാരണ തൊഴിലാളികളുടെയും ഒക്കെ പിന്തുണ വലിയ തരത്തിൽ CPI-എമ്മിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയും CPI-എം നേതാക്കന്മാർക്കുണ്ട്. കോൺഗ്രസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ കുറേ പ്രാവശ്യമായിട്ട് ധനമന്ത്രിയുടെ മണ്ഡലത്തിൽ കശുവണ്ടി തൊഴിലാളികൾക്ക് കൃത്യമായ ജോലി കിട്ടുന്നില്ല, ജോലിക്ക് പര്യാപ്തമായ രീതിയിലുള്ള വേതനം കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ കോൺഗ്രസും ഉയർത്തുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള മത്സരത്തിലേക്ക് കൊട്ടാരക്കര നീങ്ങുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കും കാര്യമായ തരത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ 2016 മുതൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. പല സ്ഥലങ്ങളിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് വലിയ തരത്തിലുള്ള വോട്ട് ലഭിച്ചിട്ടുണ്ട്. അതാണ് അവർക്ക് പ്രതീക്ഷ നൽകുന്നത്. രശ്മിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകളിൽ നല്ലൊരു ശതമാനമാണ് ആളുകൾ ഇത്തവണ തന്നെ പിന്തുണയ്ക്കുമെന്നുള്ള പ്രതീക്ഷ രശ്മിയും ഒപ്പം BJPയും പങ്കുവയ്ക്കുന്നുണ്ട്. 2021 തിരഞ്ഞെടുപ്പിൽ CPI-എമ്മിന് 45.98% വോട്ടാണ് ലഭിച്ചത്. കോൺഗ്രസിന് 38.75%, BJPക്ക് 14.19%. ഇങ്ങനെ ശതമാനക്കണക്കുകൾക്കും അപ്പുറത്തായി CPI-എമ്മിന് കൂടുതൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും, അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലെ വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഇടതുമുന്നണി പങ്കുവയ്ക്കുമ്പോൾ UDF അതിനപ്പുറത്തേക്ക് കൂടുതൽ ചിന്തിക്കുന്നു. കാരണം CPI-എമ്മിൽ നിന്നും കൂടുമാറിയെത്തിയ ഐഷ പോറ്റിയിലൂടെ കൊട്ടാരക്കര മണ്ഡലം പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസും പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഒരു നിയമസഭാ മണ്ഡലവുമായി കാണാം.